ഒരു ദിവസം നമ്മുടെ വർക്ക്ഷോപ്പിൽ എന്തൊക്കെ പണി ചെയ്യണമെന്ന് നമുക്ക് നോക്കണ്ട. ഞാൻ വെറുതെ ഒരു ചെറിയൊരു വ്ളോഗ് പോലെ ഒരു വീഡിയോ ഇടാന്ന് വെച്ചാണ്. നമുക്ക് രാവിലെ തന്നെ അരിഞ്ഞേട്ടൻ വിളിച്ചിട്ട് ഒരു ഡിസയറിൻ്റെ പണിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓയിൽ ലീക്ക്, പിന്നെ മാനിഫോൾഡിലേക്കാണ് ഈജാർ കഴിക്കണം, കുറേ പണിയൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ അത് ചെയ്യണേക്കുമ്പോൾ തന്നെ നമ്മൾ ഇന്നലെ ഒരു സെലേര് ചെയ്യണമായിരുന്നു ഓയിൽ ലീക്ക്. അതിൻ്റെ ക്രാങ്ക് സീല് മാറിയതാണ്. അപ്പോൾ അതൊന്ന് രാവിലെ ഒന്ന് ചെക്ക് ചെയ്യണം. ഇന്നലെ ചെയ്തുകൊണ്ടാണ് രാവിലെ വെള്ളവും ഇവരൊക്കെ ഓടിച്ച് നടന്നു വെച്ചാണ്. അപ്പോൾ ഓടിച്ചേ കൊണ്ടുവന്നിട്ടേക്കാം. അപ്പോൾ രാവിലെ വെള്ളവും ഓയിലും എല്ലാം ചെക്ക് ചെയ്തിട്ട് ഇട്ട് വേണം നമുക്ക് മറ്റേ പണി ചെയ്യാം കേട്ടോ. അപ്പോൾ നോക്കാം. ഇതാണ് സെലേരിയോ. ഇത് ഓടിയ കിലോമീറ്റർ ഉണ്ടോ, 2,20,000 ചില്ലറ ഓടിയുണ്ട്. വേണ്ടിയിട്ട് ഓയിൽ ലീക്കായിട്ട് നമ്മൾ പണത്. ഓയിൽ ലീക്കും മിസ്സിങ് ഒക്കെ ആയിരുന്നു. അപ്പോൾ കീ ഓണൊക്കെ ഇട്ടിട്ടുള്ളൂ, അതാണ് ലൈറ്റാക്കി തെളിഞ്ഞെടുക്കണത്. മിസ്സിങ് ഇഗ്നേറ്റർ പോയിട്ടുണ്ടായിരുന്നു. ഇഗ്നേറ്റർ പറഞ്ഞാൽ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. പിന്നെ പ്ലഗ് മാറി, പ്ലഗ് 4 മാറിയിരുന്നു, 4 ലീക്കായിരുന്നു. മിസ്സിങ് മാറി. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ആക്സിൽ സൗണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ആക്സിലൊക്കെ സർവീസ് ചെയ്ത്. പിന്നെ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ ഓയിൽ ലീക്കായിരുന്നു. ഓയിൽ ലീക്ക് നമ്മൾ നോക്കി വന്നപ്പോഴേക്കും അതിൻ്റെ മെയിൻ ക്രാങ്ക് സീല് ലീക്കായിട്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഗിയർ ബോക്സൊക്കെ വെച്ച് ക്ലച്ചൊക്കെ വെച്ച് പ്ലെയിലൊക്കെ വെച്ചിട്ട് സീല് മാറി. ബാക്കി നമുക്ക് അടി ലെവലൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ അതിൻ്റെ അടിയൊക്കെ ഒന്ന് കാണിച്ചു തരട്ടെ. അപ്പോൾ കൂടൻ ലെവൽ ചെക്ക് ചെയ്യാൻ വേണ്ടി താഴത്തേക്ക്, ആ ക്യാപ്പ് താഴത്തേക്ക് പ്രസ് ചെയ്ത് ലെഫ്റ്റിലേക്ക് എടുത്തിരിക്കണം. കൂടൻ ലെവലൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. അത് തന്നെ പ്രസ് ചെയ്ത് തിരിച്ച് ലോക്ക് ചെയ്യുക. റിസോർട്ട് ടാങ്കിൽ ലോക്ക് ഉണ്ട്, ഞാൻ നേരത്തെ നോക്കിയായിരുന്നു. അപ്പോൾ ഈ നോക്കുന്നത് ബ്രേക്ക് ഫ്ലൂയിഡ് ലെവലുണ്ട്. പിന്നെ ബ്രേക്ക് പാഡ് മാറിയായിരുന്നിട്ട് വേണ്ട. അപ്പം ബ്രേക്ക് ഫ്ലൂയിഡൊക്കെ ലെവലുണ്ട്. എഞ്ചിൻ ഓയിൽ നോക്കിയിട്ട് കുഴപ്പമില്ല, എഞ്ചിൻ ഓയിൽ ലെവലൊക്കെ ഉണ്ട്. ഇനി നമുക്ക് അടിയൊന്ന് കാണിച്ചു തരാം. മൊത്തം ഓയിൽ ലീക്കായിരുന്നു. ഇപ്പം നമുക്ക് കഴുകി സെറ്റപ്പാക്കി എടുത്തേക്കാണ്. അങ്ങനെ ലീക്കൊന്നും കാണാറില്ല. മൊത്തം ആകെ കരി വീഴ്ച, മണ്ണ് ഓയിലൊക്കെ പിടിച്ച് ഷോ കെട്ടിക്കണായിരുന്നു. നല്ല വെളുകൾ തിരിപ്പെട്ടു, അഴുക്കൊന്നും കാണാനില്ല. മൊത്തം നമുക്ക് കഴുകിയാൽ പെട്രോൾ ഡീസൽ അടിച്ച് വെള്ളം അടിച്ച് കഴുകി സെറ്റപ്പാക്കി ലെവലൊക്കെ. ഓക്കെ, നമുക്ക് ഇന്നത്തെ പണിയിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ലെവലൊക്കെ ഓക്കെ ഉണ്ട്. നമുക്ക് ഡിസൈറിൻ്റെ പണിയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ്ട് ഡിസൈർ നമ്മൾ ലിഫ്റ്റിലേക്ക് ആയിട്ട് പൊക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പൊക്കിയിട്ട് എന്താണ് കംപ്ലൈൻറ്റ്, ഓയിൽ ലീക്ക്, എന്തിനാണ് ഓയിൽ ലീക്ക് എന്നൊക്കെ ചെക്ക് ചെയ്യാം. ഇപ്പോൾ രാവിലെ തന്നെ അടി ഉണ്ടാക്കിയിട്ട് ലൈറ്റ് എടുത്തിട്ടുണ്ട്. സുബിനായിട്ട് തന്നെ അടി ഉണ്ടാക്കി അവനോട് നടപ്പുണ്ട്. വർഷത്തിൽ വണ്ടികളൊക്കെ എടുക്കാനുണ്ട്. സുരേഷേട്ടാൻ പണി എടുത്തിട്ടുണ്ട്. കെബീറോട് വേറെ പണിയിലാണ്. സുബിനില്ല അവിടെ നടപ്പുണ്ട്. ആ ബീത്തിൻ്റെടാ ബീത്ത് ഇവിടെ എങ്ങനെ ഉണ്ട്, മണിയിലാണ്. വണ്ടി ലിഫ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് വലിലേക്ക് ഇവിടെ നയിച്ചിട്ട് ഉണ്ട്. അതല്ല പക്ഷേ കംപ്ലൈൻറ്റ് ഇത് ഇവിടെയാണ്. ആക്സിൽ സീല് പോയേക്കാണ്. ആക്സിൽ സീലോട്ട് ഗിയർ ഓയിലാണ് താഴത്തേക്ക് വീണത്. അപ്പോൾ ഡ്രോപ്പ് ആയിട്ട് താഴത്ത് വീടുമ്പോൾ പോർച്ചിലൊക്കെ ആണ് കംപ്ലൈൻറ്റ്. അപ്പോൾ റൈറ്റ് സൈഡിലെ സീല് നോക്കിയിട്ട് റൈറ്റ് സൈഡിലെ സീല് കംപ്ലൈൻ്റ് ഒന്നുമില്ല. അപ്പോൾ ഇനി നമുക്ക് റൈറ്റ് സൈഡിലെ സീല് മാറാമെന്ന് പറഞ്ഞിട്ടുണ്ട് കസ്റ്റമർ. ആയാലും പണിയുന്നല്ലെന്ന് പറഞ്ഞു. പുതിയ ചെരുപ്പൊക്കെ ഓടിച്ചിട്ടുണ്ട്. ഇന്നലെ കാലിലെ അണി കയറി ചൂടാകുമ്പോൾ അങ്ങനെ കേൾക്കൂല. ചെരുപ്പ് മേടിച്ചിട്ട് നല്ല സെപ്റ്റിക്കായിട്ട് ടീറ്റിയൊക്കെ എടുത്ത് രാവിലെ കുറേ ടൂളൊക്കെ ആയിട്ട് പൊക്കി എടുത്തൊന്ന് പെറ്റിൽ കിട്ടണം. പിന്നെ ഇനി ബമ്പർ കഴിക്കാണ്ട്, ഇൻ്റർകൂളർ കഴിക്കാനുണ്ട്. ബമ്പർ കഴിക്കണം, ഇൻ്റർകൂളർ കഴിക്കാനുണ്ട്. പിന്നെ കുറേ പണിയൊക്കെ ഉണ്ട്, കോഴ്സും കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട്. ഈ കൗൾ ടോപ്പ് കഴിക്കാനുണ്ട്, വൈപ്പർ, പിന്നെ ബാറ്ററി, എയർ ഫിൽറ്റർ ഇതൊക്കെ അയച്ച് നല്ല ഈ മാനിഫോൾഡ് കഴിക്കാനുണ്ടല്ലേ അയച്ചിട്ടുണ്ട്. അതിൻ്റെ സമയം 1 മണിയാവാറായി. ഇതിൻ്റെ ഇടയ്ക്ക് വേറെ വണ്ടിയൊക്കെ വന്നിട്ട് അത് സ്കാൻ ചെയ്യാൻ പോലെയൊക്കെ ആയിരുന്നു. അതാണ് തീരാത്തത്. അതിന് വീഡിയോ എടുക്കാനും പറ്റിയില്ല. അപ്പോൾ ഇങ്ങനെ ഓരോ വർക്ക് ചെയ്യണതിൻ്റെ ഇടയ്ക്ക് ഓരോ വണ്ടി വരുമ്പോൾ അതിനെ വിളിക്കും, അത് ചെയ്യാൻ പോകണം. വീജാറിൻ്റെ വാൽവ് അതിൻ്റെ അകത്തുണ്ട്, അത് ഊരെടുക്കാനുണ്ടെങ്കിൽ വീജാർ അയച്ച് താഴ്ത്തു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് കുറേ സാധനങ്ങൾ അയച്ചിട്ടുണ്ട്. ഈ ജാറും ഓയിൽ സെപ്പറേറ്റർ അയച്ചിട്ടുണ്ട്. ഓയിൽ സെപ്പറേറ്റർ ലീക്കാണ്. ഇത് ഈ ജാറിൻ്റെ പൈപ്പൊക്കെ കാണും, ബ്ലോക്ക് ആയിട്ടിരിക്കുകയാണ്. പിന്നെ മാനിഫോൾഡ് അയക്കാനുണ്ടെന്ന്. മാനിഫോൾഡിൻ്റെ ബോൾട്ട് പോകുന്നില്ല, മുട്ടൻ ടൈറ്റായിട്ട്. അതിൻ്റെ
മിഷൻ ഫെയിൽഡായി. അപ്പോൾ ഇതൊന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത് എയർ ഫിൽട്ടർ അയക്കുന്നതാണ്. ഫിഗോ പെട്രോളിൻ്റെ എയർ ഫിൽട്ടർ അയക്കുന്നു. മൊത്തം കരിയായിട്ടിരിക്കും. അപ്പോൾ മാനിഫോൾഡിൻ്റെ ബോൾട്ട് പോരാത്തതുകൊണ്ട് അത് ഇനി കൂടുതൽ ബലം പിടിച്ച് കഴിഞ്ഞാൽ എൻജിൻ ഇറക്കേണ്ടി വരും, ഒടിഞ്ഞ് പോവും. അത് കാരണം കസ്റ്റമറോട് പറഞ്ഞ് അത് നിർത്തി. ഇൻ്റർകൂളർ അയച്ചു ചെന്നു. ഇൻ്റർകൂളറൊക്കെ മുട്ടല്ലേക്കാണ് വലിയേക്ക് മൊത്തം അഴിച്ച് പറിച്ച് വെച്ചേക്കാണ്. ഇനി ബാക്കി. അപ്പോൾ ഇനി ഏതായാലും 1 മണി ആയല്ല, ഇനി ഏതായാലും കയ്യെ കഴുകി ചോറിനാൻ പോവാം. എന്നാണ് ചോറുണ്ടെന്ന് പറഞ്ഞില്ല. അപ്പോൾ നല്ലേട്ടൻ്റെ ഒപ്പം നമുക്ക് ചോറിനാൻ പോവാം. പുറത്താണ് നിറച്ചപ്പോൾ എല്ലായിടത്തും വണ്ടി കിടക്കണം. വർക്ക്ഷോപ്പിൽ വണ്ടികളാട്ടി കിടക്കണം മൊത്തം. എന്നാണ് മുട്ടൻ തിരക്കാണ്. അതാണ് വലിയ തൊള്ള. 1 മണി ചെയ്യാൻ നേരത്ത് വേറെ വണ്ടി ചെയ്ത് അതാണ് വേറെ കാര്യം. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് നമ്മൾ ഈജിയാറ് അങ്ങോട്ട് പീസാക്കിയെടുത്ത് പീസാക്കിയപ്പോൾ കരിയുണ്ട് അതിനുള്ളിൽ. ഇനി ക്ലീൻ ചെയ്തിട്ടിരിക്കണ്ട. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ആ വാൽവ് കാണിച്ചു തരാമെന്ന് വെച്ച് വീഡിയോ എടുത്താണ്. ഇതാണ് ആ വാൽവ്. നേരത്തെ അതിൻ്റെ അകത്തിരിക്കണമെന്ന് പറഞ്ഞില്ല, അഴിക്കാണ്ടെന്ന് പറഞ്ഞില്ല. അതെങ്കിൽ വാൽവിൻ്റെ അവസ്ഥയ്ക്ക് ഫുള്ള് ഇങ്ങനെ കാർബണൊക്കെ പൊട്ടിച്ച് അടഞ്ഞിരിക്കുകയാണ്. ഇത് ഫുള്ള് ക്ലീൻ പണിയെടുക്കാൻ വരുമ്പോൾ ഇങ്ങനെ വിളിച്ച ഓരോ വണ്ടി ഇറക്കലും കയറ്റിലും ഇറക്കണം. ചേട്ടൻ തന്നെ. അപ്പോൾ സാധനം കഴിഞ്ഞ് സായിൽ പോയി കുറേ സാധനങ്ങൾ മേടിക്കാനുണ്ട്. സമയം 4:45. ഇനി കുറേ ക്ലീൻ ചെയ്യാനുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് ഓരോ വണ്ടി ചെയ്യാനാണ് ഇത്ര സമയം എടുക്കുന്നത്. നേരത്തെ രാവിലെ തന്നെ പോരും വെൻഡോയൊക്കെ സ്കാൻ ചെയ്യും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ കടയിൽ പോകാനുണ്ട്. അങ്ങനെ സമയം പോകും. ചില കമ്പനിയിലുള്ളവരൊക്കെ ചില വീഡിയോ കണ്ടിട്ട് പെട്ടെന്ന് 1 മണിക്കൂറിൽ ഗിയർ ബോക്സ് എടുക്കണം. അത് ലോക്കൽ അത് നടക്കൂല. ലോക്കൽ ഒന്നാമത് സാധനം മേടിക്കാൻ പോകണം, പിന്നെ ഓരോ വണ്ടി വരുമ്പോൾ ആ വണ്ടി നോക്കണം, ഈ വണ്ടി നോക്കണം, അങ്ങനെ കുറേ പരിപാടിയൊക്കെ ഉണ്ട്. സായിലൊക്കെ പോയി വന്നിട്ട് ക്ലീൻ ചെയ്ത് കുട്ടപ്പനാക്കിയുണ്ട്. നേരത്തെ കണ്ട വാൽവ് ഇത് കോലം നോക്കി നേരത്തെ അടഞ്ഞിരിക്കണേ. ഇതാണ് വാൽവിൻ്റെ ഒറിജിനൽ രൂപം. കേട്ടോ. ഇങ്ങനെ ഇരിക്കണം. അത് മൊത്തം അടഞ്ഞിരിക്കണേ. ഇപ്പോൾ കഴുകി കുട്ടപ്പനാക്കിയപ്പോൾ ഇതാണ് അവസ്ഥ. ഇങ്ങനെ ഇരിക്കണം. സാധനങ്ങളും കുറേ മേടിച്ചു. അപ്പോൾ ഇത്തരം സാധനങ്ങളാണ് നമ്മൾ സായിന്ന് മേടിച്ചേക്കണത്. അപ്പോൾ നമ്മൾ അത് ചെയ്തുകൊണ്ടിരിക്കണതിൻ്റെ ഇടയ്ക്ക് വേറെ പണിയാണ്. പിന്നെ ഇങ്ങനെ ഓരോ പണി ഇടയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ പണി സ്കാൻ ചെയ്യാൻ വേണ്ടി വാഗണറാണ് സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കംപ്ലൈൻറ്റ് നോക്കാൻ വേണ്ടി. അതുകൊണ്ടാ മറ്റേ നോക്കണം. അപ്പോൾ കടയിൽ പോയിട്ട് വന്നോളൂ സാധനങ്ങളൊക്കെ മേടിച്ചു. അപ്പോൾ EGR ഫിറ്റ് ചെയ്യാന്ന് ചോദിച്ചു. അപ്പോൾ EGR ഫിറ്റ് ചെയ്യാന്ന് വെച്ചപ്പോൾ അതിൻ്റെ പാക്കിങ് കാര്യങ്ങളൊക്കെ ഇട്ട് ബോൾട്ടൊക്കെ ടൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളത് കാണിച്ചു തരാൻ വേണ്ടി വീഡിയോ എടുത്താണ്. ഇങ്ങനെ ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മെറ്റൽ പൈപ്പ് മാറാനുണ്ട്, ഓസ് മാറാനുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കയറ്റി പിടിപ്പിക്കുക. അപ്പോൾ അതിലോട്ട് പോവാം. എൻ്റെ കയറി പോകുന്ന നേരത്ത് നിൽക്കുമ്പോൾ തന്നെ അടുത്ത വണ്ടി ഓടിച്ചു കഴിഞ്ഞു. ഇതാണ് 6:45 ഒക്കെ ഇവിടെ കറക്റ്റായിട്ട് ഈ സമയമാകുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ കയറുക. കഴിഞ്ഞ് പോറായ സുബിൻ ദാസ്. ഷട്ടറടച്ച് വൈൻഡപ്പ് ചെയ്തിട്ട് നമ്മുടെ പരിപാടി ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മഴ ചതിച്ച് ഗൈസ്.